ജയിക്കാതെ വന്നപ്പോഴാണ് ആരെ നിർത്തിയാ ജയിക്കുക തന്നെ. കാരണം ഒരു ആൾ ജയിക്കാതെ നിങ്ങൾക്ക് കഥയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഞങ്ങൾ നല്ല ആളുകളാണ്, നല്ല ആളുകളായ മ്യൂസിക് കേൾക്കാം, വേറെ ഒന്നിനും കൊള്ളാം. അല്ല, നാട്ടിനകത്ത് ഈ പറയുന്ന എന്തെങ്കിലും ചെയ്യാനായിട്ട് ജയിക്കണം, എങ്ങനെങ്കിലും ജയിക്കണമെന്ന് അറിയുന്നവര് തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അവര് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ അവരൊക്കെ ആകാശത്തൊന്ന് വീണവരാണ് തോന്നുന്നത്. നിങ്ങൾ പറയുന്ന ഈ ജാതി നിലനിർത്തുന്നവർ തന്നെ രാഷ്ട്രീയ പാർട്ടി, നായന്മാരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഈഴവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഈഴവരുടെ കോൺഗ്രസ് പാർട്ടിയാണ്, നായന്മാരുടെ കോൺഗ്രസ് പാർട്ടിയാണ് ഉള്ളത്. അല്ലാതെ രാഷ്ട്രീയക്കാർ വേറെ എങ്ങാണ്ട് ഇറക്കുമതി ചെയ്തിട്ടല്ലേ? എന്തൊരു പദത്തിലാണ്? ഒരു കാര്യമില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോടതിയില്ല, ഒരു കോടതിയില്ല. കോടതിക്കകത്ത് ഈ ജഡ്ജിയൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഉടുപ്പിടിയിക്കാനാണ്. യൂറോപ്പിൽ നടക്കുന്നത് ചെയ്തവരാണ്. യൂറോണർ എന്ന് പറഞ്ഞാൽ കാഴ്ചയായിട്ട് നിങ്ങളുടെ എന്താണ് കേസ് ചെയ്യും. മിസ്റ്റർ ജഡ്ജ് എന്ന് പറഞ്ഞാൽ അപ്പത്തീരും ആ തീരും. ഇങ്ങനെ ഇരിക്കുന്ന ഹെറാർക്കിക്കലായിട്ടുള്ള മേല് കീഴുണ്ടാക്കി വെച്ചിരിക്കുന്ന കോടതിയും പട്ടാളവും പോലീസും അഡ്മിനിസ്ട്രേഷനും നിൽക്കുന്ന സ്ഥലത്ത് എന്ത് ജനാധിപത്യം വന്നെന്ന അല്ലെങ്കിൽ എന്ത് തരത്തിലെ തുല്യത വന്നെന്ന ജാതി വാദത്തിൽ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ കഥ പറയുന്നല്ല, നിങ്ങൾക്ക് തിരിച്ചറിയില്ല. അത്രയാ അത് അനുഭവിച്ച് വളരുന്നവൻ ഈ പറയുന്ന ഇരട്ടത്താപ്പ് പറയുമ്പം പറയുന്നവനാണ് ഈ രാജ്യം ഉണ്ടാക്കിയത്. പറയുന്നതായി പറഞ്ഞിരിക്കുന്നത് ഇയാൾ അനുഭവിച്ചിട്ടുള്ളത് ഇയാൾക്ക് തിരിച്ചറിഞ്ഞുവിടാത്തോണ്ടാണ്. പറയാതെ ഇയാൾ പോയിട്ട് ഞാനൊരു പൗരനാണ്, എനിക്ക് ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാൻ പറ്റത്തില്ലേ? നിയമപരമായിട്ട് പറ്റുമല്ലോ, പോയി കാണിച്ചാൽ മതി. ബംഗാളി ഇവിടെ ബംഗാളി ആയില്ലേ? അവര് കിടക്കുന്ന എവിടെയാണ്? നിങ്ങളുടെ കൂടെ നിങ്ങൾ ബംഗാളികളെ ഉണ്ടാക്കിയ മലയാളികളല്ലേ ഇരിക്കുന്നേ? വിവേചനം. ഞാൻ നാട്ടിലൊരു മോട്ടം നടത്തി ആദ്യം ബംഗാളിയെ പിടിക്കും. അവരുടെ കൾച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? മനുഷ്യന്റെ കൾച്ചർ അല്ലേ ഉള്ളത്? അവരുടെ കൾച്ചർ എങ്ങനെ ഉണ്ടായത്? അവരാണോ ജാതി? അവരാണ് ജാതി. അതാണ് വിവേചനം. താൻ ഇന്ത്യക്കാരനോ അല്ല, പൗരനൊന്നും അല്ലല്ലോ, ബംഗാളി വേറെയാണല്ലോ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞു. ഇതാണ് ശീലം. താൻ ഈ അനുഭവിക്കുന്ന ജാതി തനിക്ക് അനുകൂലമായി നിൽക്കുമ്പോ ഒരു പ്രശ്നം തന്നെ. അല്ലാതെ താൻ ജാതിവാദിയാണ്, എനിക്ക് സംശയമില്ല. ജാതിവാദിയാണ്. അതുകൊണ്ടാണ് തനിക്കിത് കൊള്ളുന്നത്. കാര്യമായിട്ട് വേടം പറഞ്ഞത് കൊണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ചോദ്യം എങ്ങനെ ഉണ്ടായത്? താൻ ജാതിവാദിയല്ല. പക്ഷെ അത് എനിക്ക് അറിഞ്ഞൂടാ. കരുണ്ട് ഇത് പറയുന്നത് വഴിയാണ്. കരുണ്ട് എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുന്ന ഭാര്യയാണ്. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തരുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ച ആളാണ് ഞാൻ. എന്റെ മക്കളെ ഞാൻ അടിച്ചു വളർത്തും, നിങ്ങളെ ചോദിക്കാനാര്? ഈ ചോദ്യം ചോദിക്കുന്നവരാണ് താനാണ് ജാതിവാദി. താൻ ജാതിവാദിയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. അത് നാട്ടിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഇവിടെ ഇരിക്കട്ടെ, നിന്നാ മതി എന്ന് പറഞ്ഞാൽ കാരണം എനിക്ക് ഒരു പ്രശ്നം എനിക്ക് തോന്നില്ല. വീട്ടിൽ ഒരു കംപ്ലൈന്റ് പറയാനുള്ള ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയ അടി ആദ്യം മേടിക്കും. കേറുമ്പോഴേ എനിക്ക് അടി തരുമല്ലോ. കാരണം ഞാൻ കയറി ചെല്ലുന്ന കാണുമ്പോൾ അവർക്കറിയാം ഇവനെ അനുസരണ ഇല്ലാത്തവരാണ്. കാരണം അവരുടെ അനുസരണ എന്ന് പറയുന്നത് ഈ മേൽക്കീഴുള്ള അനുസരണയാണ്. ഈ അനുസരണയല്ല ജനാധിപത്യത്തിന് കേന്ദ്ര പരസ്പര ബഹുമാനം. അതുള്ള ഒരു സമൂഹത്തിന്റെ മണമടിക്കാത്ത ആളാണ്. അത് അങ്ങനെയാണെന്ന് പറയുന്നവരാണ് ജാതി പറയുന്നത്, വിവേചനം പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നവര്. തനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ ഡോക്ടർ മര്യാദകരനാണെന്ന് വേദനെ ഇയാൾ പറയും. ഇയാൾ കൊള്ളുന്നത് കൊണ്ട അമ്മയുടെ അച്ഛൻ അമ്മ ക്യാൻസർ ആണെന്ന് അവിടെ വെച്ച് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു. വലിയ പ്രശ്നമാണ്. പിന്നെന്താ പറയണ്ടാത്ത? അയാൾക്ക് പ്രശ്നമാണെന്ന് പറയാനില്ലാത്ത ഇത് ഈ തത്തിപ്പൊത്തി ഇതെല്ലാം കൂടെ വെച്ചോണ്ട് പോകണമെന്ന് ആലോചിക്കുന്നവരുടെ ലോകമാണ് അത്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കി എങ്ങനെ മാറണം എന്ന് പഠിപ്പിക്കുന്നതാണ് തുല്യതയായിട്ട് ലോകം. അറിഞ്ഞ് പെരുമാറുന്നവരാണ് പൗരൻ.
അറിഞ്ഞു പെരുമാറുന്നത്. അല്ലെ, പറഞ്ഞാൽ അനുസരിക്കുന്നത് പ്രജയാ. തനിക്ക് പ്രജാബോധമാണുള്ളത്. അതുകൊണ്ടാണ് തനിക്കിത് മനസ്സിലാകാത്തത്. അറിഞ്ഞു പെരുമാറേണ്ടവരാണ്. എങ്ങനെയാണ് ലോകമെന്ന് എന്താണെന്ന് അറിഞ്ഞിട്ട് അവിടെ വേണ്ടും വണ്ണം പെരുമാറുന്നതിന് ഉത്തരവാദിത്വവും അവകാശവും കടമയുള്ളതാണ് പൗരൻ. പ്രജയെന്ന് പറയുന്നത് പറഞ്ഞാൽ അനുസരിക്കുന്ന, അച്ചടക്കമുള്ള, തെരുവായ്ക്ക് എതിർവായില്ലാതെ പെരുമാറുന്നവരെയാണ് പ്രജ എന്ന് പറയുന്നത്. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന അനുസരണ എന്ന് പറയുന്നത് രണ്ടും ഒരുപോലല്ല. നാട് മനസ്സിലാക്കി എങ്ങനെ പെരുമാറണമെന്ന് സ്വയം തീരുമാനിക്കുന്നവനാണ് പൗരൻ. അല്ലാതെ ഇവിടെ എഴുതി വയ്ക്കും, ഇവിടുത്തെ ഹൗസിംഗ് കോളനി മുഴുവൻ ഇങ്ങനെ എഴുതി വയ്ക്കും, ഇവിടെ എന്താണ് കല്യാണം കഴിക്കാത്തവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, അത് കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സിന് താമസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എഴുതി വയ്ക്കുന്നതാണ് അനുസരണയുടെ ലോകം. അനുസരണയുടെ ലോകമല്ല ജനാധിപത്യം, അവകാശമുള്ളവരുടെ. തനിക്ക് എത്ര വയസ്സുണ്ട്? 35 വയസ്സ്. എനിക്ക് 72 വയസ്സുണ്ട്. 50 വയസ്സുള്ള ആളിനും 18 വയസ്സുള്ള ആളിനും ഒറ്റ വോട്ടേ ഉള്ളൂ. അതാണ് ജനാധിപത്യത്തിനകത്തെ തുല്യത. അല്ലാതെ പ്രായം കൊണ്ട് എനിക്ക് 2.5 വോട്ട് തരണ്ടേ? അങ്ങനെയാണല്ലോ നാട്ടിലെ നടപ്പ്. ഈ 2.5 വോട്ട് ഉണ്ടായിരുന്നാണ് രാജാവിന്റെ വീട്ടിലെ വോട്ട്. ടാക്സ് എത്ര കൂടുതൽ കൊടുക്കുന്ന അതിനനുസരിച്ച് വോട്ട് കിട്ടുമായിരുന്നു. ജനാധിപത്യത്തിനകത്ത് നമ്മൾ തുല്യരാകുക എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടേ ഉള്ളൂ, ബാക്കി പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഭയങ്കരമായിട്ട് എതിരഭിപ്രായമുണ്ട്. കാരണം ഇപ്പൊ എന്റെ പേഴ്സണലായിട്ട് കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്റെ ഒരുപാട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലത്തെയുള്ള പറയുന്നു എന്ന് പറയില്ലേ, അതുപോലെ ഭക്ഷണം കാരണം ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന എതിർക്കുന്ന ആൾക്കാരെയാണ്. ഇയാൾ പറഞ്ഞത് മനസ്സിലായി കഴിഞ്ഞു. ഇനി അത് വിശദീകരിക്കണ്ട. ഇയാൾ അമേരിക്ക, ഞാൻ മനുഷ്യനാണെന്നും ഇന്ത്യൻ പൗരനാണെന്നും, ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് പോലും അല്ല മനുഷ്യനാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ അമേരിക്കയിൽ ചെന്നാല് അവർ കയറ്റുവോ? ഞാന് കറുത്തവരും വെളുത്തവരും വ്യത്യസ്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നിടത്ത് ഞാൻ ചെന്നാല് വെളുത്തവരുള്ളിടത്തൂടെ കയറ്റുവോ? അപ്പൊ ഇയാള് അങ്ങ് ചെന്നാൽ എല്ലാ വീട്ടിലും ഇയാളെ അങ്ങ് കയറ്റുവോ? ഇയാൾ കയറാൻ ശ്രമിച്ചാൽ അക്രമമായിട്ടല്ലേ കാണുള്ളൂ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇയാൾ വിചാരിക്കുന്ന ഒരു സംഭവം നാട്ടിൽ നടന്നിട്ടില്ല. അല്ലാതെ ഇയാളെ അനുവദിച്ചെടുത്ത് മാത്രമാണ് ഇയാൾ ഈ പോകുന്നതും. ഇയാൾ വേറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ വീട്ടിനകത്ത് സ്ഥലത്തേക്ക് ബംഗാളിയെ ഇരുത്തത്തില്ല. തന്നെ തനിക്ക് ബംഗാളി ഇല്ല, ഉള്ള ആളല്ലേ, ബംഗാളി എന്നല്ലേ വിളിക്കുന്നേ? അത് തന്നെയാണ്. അതിനെയാണ് വിവേചനം. തനിക്ക് ജാതിയും മതവും സകല വിവേചനമുള്ള ആളാ. തനിക്ക് ഇപ്പം എന്റെ അയലത്തുകാരനെ ഞാൻ അറിയുന്ന ആളിനോട് ചെയ്യുന്നില്ലെന്നൊക്കെ പറയുന്നത് അവരനുവദിക്കുന്നുണ്ടാവും. അല്ലാതെ താനെ ഇവിടുത്തെ ഏതെങ്കിലും ബ്രാഹ്മണ കുടുംബത്തിൽ കല്യാണം കഴിക്കാനെന്ന് പോയേ? പിന്നെ എന്തിനാണോ ഇതൊക്കെ പറയുന്നത്? വെറുതെ എന്തിനാ ഇതൊക്കെ പറയുന്നേ? ഇവിടെ ഇതൊന്നും ഇല്ലെന്ന് പറയുന്നത് എന്തിനാണ്? ഇതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ജാതി മാട്രിമോണികള് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വേടം പറഞ്ഞിട്ടാണോ? വീണ്ടും ഇയാളെ എനിക്ക് പറഞ്ഞു തരാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേളിൽ എങ്ങനെ വെറുതെ അതിനിടയ്ക്ക് ഒരുത്തൻ അവനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വെറുതെ അതുവിധം പറയാതെ, അങ്ങനെ ചെയ്യാതെ. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ ചീത്ത പറയുന്ന വഴക്ക് പറയുന്നിടത്ത് എത്തിക്കാതെ തന്നെ. ഇത് പറയുന്നത് നാട് ഇങ്ങനെയാണെന്ന് താൻ അറിയേണ്ടതുണ്ട്.